ലോകമെങ്ങുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ വിശുദ്ധ നോമ്പ് ആചരിക്കുന്ന ഒരു കാലത്താണ്. എല്ലാ കരാറുകളും ലംഘിച്ചുകൊണ്ട് ജനുവരി 19 വെടിനിർത്തൽ കരാർ പോലും ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച വലിയ തോതിൽ ഗസയിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. കുട്ടികളും സ്ത്രീകളും അടക്കം 500-ൽ താഴെ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് അനൌദ്യോഗികമായൊരു കണക്ക്. ജനുവരി 19 കരാർ അനുസരിച്ച് ബന്ദികളെ പരസ്പരം കൈമാറും, ഘട്ടം ഘട്ടമായി കൈമാറും എന്നാണ് പറഞ്ഞത്. ഒരു ഘട്ടം ബന്ദികളെ കൈമാറി കഴിഞ്ഞിട്ടും എന്തിനാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ കരാർ ലംഘനം നടത്താൻ ഇസ്രായേൽ വന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാത്രവുമല്ല, തങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റിനെ അറിയിച്ച ശേഷമാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് നെതന്യാഹു പറയുന്നു. വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്ക കൂടി അറിഞ്ഞുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ഇത്തരത്തിലുള്ള വലിയൊരു ആക്രമണം നടത്തുന്നതിന്റെ ലക്ഷ്യം എന്താണ്? കാരണം കരാറ് നടപ്പാക്കിയാൽ, ബന്ദികളെ പരസ്പരം വിട്ടുകൊടുത്താൽ വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട ആളാണ് ട്രംപ്. ആ ട്രംപ് ഇങ്ങനൊരു ആക്രമണത്തിന് മുന്നിട്ടത് എന്തുകൊണ്ട്? അത് യഥാർത്ഥത്തിൽ ട്രംപിന്റെ ആവശ്യമാണോ, നെതന്യാഹുവിന്റെ ആവശ്യമാണോ എന്നതാണ് ചോദ്യം. ഇസ്രായേലിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ പറയുന്നത് ഈ വെടിനിർത്തൽ ലംഘിച്ച് ആക്രമണം നടത്തി ഇപ്പോൾ കരയാക്രമണത്തിലേക്ക് വന്നിരിക്കുക. ആർമിയുടെ ആക്രമണം തുടരുന്നു. എന്തിനു വേണ്ടി ചെയ്തു? ഹമാസിന്റെ ആളുകൾ ഗസയിൽ ഉണ്ട് എന്നതൊരു രഹസ്യമൊന്നുമല്ല. ഹമാസിന്റെ ആളുകളെ കൊല്ലുക എന്നതിന് വേണ്ടി പാവപ്പെട്ട മനുഷ്യരെ കൊല്ലുന്നത് ഏതർത്ഥത്തിൽ ശരിയാണ്? അവിടെ നോമ്പ് കാലമാണെന്ന് ആലോചിക്കുക. അവർക്ക് സാധാരണഗതിക്ക് തന്നെ ഭക്ഷണമില്ല, അത് തന്നെ ഇല്ല. ഇത് നോമ്പ് കൂടി എടുത്തിരിക്കുന്ന പാവപ്പെട്ട ദുർബലരായ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുക എന്നത്. അവിടെയാണ് ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരായ പ്രകടനത്തിന്റെ പ്രസക്തി വരുന്നത്. വലിയ തോതിൽ നെതന്യാഹുവിനെതിരെ അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയല്ല, നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഈ ആക്രമണം, ഈ കരാർ ലംഘനമെന്ന്. അത് സത്യമാണ്. ഇസ്രായേലിലെ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലിലെ ജനങ്ങൾ പറയുന്നു, എന്തിനാണ് ആ പാവങ്ങളെ വീണ്ടും കൊന്നത്? നിങ്ങൾക്ക് എന്ത് പ്രകോപനമുണ്ടായി? അപ്പോൾ ട്രംപ് പറഞ്ഞാൽ പോലും കേൾക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ ട്രംപിന് മിണ്ടാൻ കഴിയാത്ത തരത്തിലാക്കി നെതന്യാഹു ആക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. അവിടെ നെതന്യാഹുവിന്റെ സ്വീകാര്യത കുറഞ്ഞു വരികയാണ്. കാരണം കേവലമായ സങ്കുചിത ദേശസ്നേഹം പറഞ്ഞുകൊണ്ട്, നമ്മുടെ നാട്ടിലും ചില ആളുകൾ അങ്ങനെയുണ്ട്, പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ആകെ കൂടെ നിർത്തി എതിർ രാഷ്ട്രീയക്കാരെ ഇല്ലാതാക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. ആ രീതിയാണ് ഒരുതരം വംശീയതയുടെ അല്ലെങ്കിൽ ഒരുതരം വർഗീയതയുടെ രാഷ്ട്രീയമാണ്. അങ്ങനെ നിലനിർത്താൻ നെതന്യാഹു നടത്തിയ ശ്രമത്തിനുള്ള ശക്തമായ തിരിച്ചടി അമേരിക്കയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അമേരിക്കയാണ് പറയേണ്ടത് ചെയ്യരുത്, പക്ഷെ അത് ചെയ്യുന്നില്ല. അമേരിക്ക അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെയാണ് പാവപ്പെട്ട മനുഷ്യർ നിരന്തരം കൊല്ലപ്പെടുന്നത്. ഇനിയിപ്പോൾ കരയുദ്ധമാണ് ആരംഭിച്ചിട്ടുള്ളത്. കരയുദ്ധത്തിൽ ആളുകൾ കൂടുതൽ കൊല്ലപ്പെടും. കാരണം നേരിട്ട് വന്ന് പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലുകയാണ്. ആരാണിത് ചോദിക്കാനുള്ളത്? ആർക്കെങ്കിലും ഇത് സംബന്ധിച്ച് എതിരഭിപ്രായമുണ്ടോ? എവിടെയാണ് UN? എവിടെയാണ് നാറ്റോ? എവിടെയാണ് മറ്റു കക്ഷികൾ? ഇതിനിടയിലാണ് യമനിലെ ഹൂതികളെ മുഴുവൻ അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ താൻ യുദ്ധം നിർത്തൂ എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ പ്രശ്നം അവസാനിക്കുമെന്ന രൂപത്തിൽ ട്രംപ് പറയുന്നത്. ഇത് നെതന്യാഹുവിന്റെ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടിയാണ്. യമനിൽ ഹൂതികൾ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഹമാസുകാരുണ്ടാവാൻ പാടില്ല. ഇത്തരം നിയന്ത്രണങ്ങൾ ഇവർ വയ്ക്കുന്ന എന്തിനാ? അവരുടെ ആക്രമണം തടയാൻ, അവരെ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാനും അത് തടയാനും പറ്റണം. അതിന് യമനിലെ ഹൂതി ആക്രമിക്കാൻ ഗസയിലെ പാവപ്പെട്ടവരുടെ നെഞ്ചത്താണ് ബോംബിടേണ്ടത്? അത് തെറ്റായൊരു കാര്യമാണ്. നമുക്ക് കേവലമായ വർഗീയതയുടെയും വംശീയതയുടെയും പേരിൽ മനുഷ്യന്റെ ഹിംസയെ ന്യായീകരിക്കാൻ പാടില്ല. കാരണം ഇത് നാളെ ആർക്കെതിരെയും തിരിഞ്ഞു വരാം, ആർക്കും ചെയ്യാം. അത് ചെയ്യാൻ പാടില്ല. കാരണം പാവപ്പെട്ട മനുഷ്യർ, സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, വൃദ്ധർ, അവർക്ക് ഓടിപ്പോകാൻ പോലും കഴിയില്ല. അവരാണ് ഇത്തരം ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത്. തീർച്ചയായും UN എന്ന് പറയുന്ന നോക്കുകുത്തിയും ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആരുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടവും നമുക്ക് വലിയ ഭീഷണിയാണ്. ഇതിന് എന്നാണ് പരിഹാരമുണ്ടാവുക, എങ്ങനെയാണ് പരിഹാരമുണ്ടാവുക എന്ന് ആർക്കും അറിയില്ല. അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് ഒരു വഴിക്ക് നെതന്യാഹു,
മറുവഴിക്ക് ട്രംപ് സ്വന്തം രാജ്യത്ത്.